നയതന്ത്ര മേഖലയിൽ ഒരു കൃത്യമായ കാൽവയ്പുമായി നരേന്ദ്രമോദി എത്തിയത്. ഇന്ത്യ റഷ്യയുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്നു. അതോടൊപ്പം തന്നെ യുക്രൈനുമായും ഉഭയകക്ഷി ചർച്ച നടത്തുന്നു. അതിഗംഭീരം. എന്തുകൊണ്ട് അതിഗംഭീരം? ലോകത്ത് മറ്റൊരു രാജ്യത്തിന് നേതാക്കൾക്കും സാധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ച. ഈ രണ്ട് രാജ്യങ്ങളുടെ യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ലോക സമ്പദ് വ്യവസ്ഥയെ കൃത്യമായി ബാധിച്ച എണ്ണ മേഖലയെ, യൂറോപ്യൻ മേഖലയിലെ എണ്ണ വിപണിയെ, യൂറോപ്യൻ മേഖലയിലെ അമേരിക്കയിലെ എണ്ണ വിപണിയെ എല്ലാം കൃത്യമായി ഉലച്ചു കളഞ്ഞ ഒരു യുദ്ധമായിരുന്നു യുക്രൈൻ റഷ്യ വാർ. ഈ റഷ്യ യുക്രൈൻ വാർ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ നമ്മളുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി രണ്ട് രാജ്യങ്ങളിലെയും നേതാക്കന്മാരെ, സെലൻസ്കിയെയും പുടിനെയും പ്രത്യേകം അവരുടെ സംസ്ഥാന രാജ്യങ്ങളിൽ പോയി കണ്ട് ചർച്ചകൾ നടത്താൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചിരിക്കുന്നു. നയതന്ത്ര മേഖലയിൽ ഈ അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ ഇടപെടലായി ഇതിനെ ലോകരാജ്യങ്ങൾ വാഴ്ത്തുകയാണ്.